മനുഷ്യർ പൊതുവെ ആശ്രിത ജീവിയാണ്. ഒരാശ്രയമില്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. വിവിധ തരം ആശ്രയങ്ങളെ നാം പൊതുവെ സമൂഹത്തിൽ കാണുന്നു. ഒന്ന്, സ്വയാശ്രയം. സ്വന്തം അറിവിലും ചിന്തയിലും ആശയങ്ങളിലും കഴിവിലും ആശ്രയിക്കുന്നവരാണിവർ. പരാശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണിവർ. ഇവരെ നോക്കി തിരുവചനം പറയുന്നു, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. രണ്ട്, മനുഷ്യാശ്രയം. അധികാരവും പണവും സ്വാധീനവും ഉള്ളതായ മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ. തിരുവചനം ഈ കൂട്ടരെ നോക്കി പറയുന്നു, മനുഷ്യരിലും പ്രഭുക്കന്മാരിലും നിങ്ങൾ ആശ്രയിക്കരുത്. മനുഷ്യർ മാറുന്നവരാണ്. ഇന്നത്തെ സഹായി നാളത്തെ നിസ്സഹായിയായി മാറുന്നു. മൂന്ന്, ദൈവാശ്രയം. സ്വയാശ്രയവും മനുഷ്യാശ്രയവും പരാജയത്തിൽ കലാശിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നവർ ഒരിക്കലും പരാജയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നില്ല. അവരെക്കുറിച്ച് തിരുവചനം പറയുന്നത് 125 സങ്കീർത്തനം 1 കർത്താവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ 2 പ്രത്യേകതകൾ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, അവർ കുലുങ്ങുകയില്ല. സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നെന്നാലും ചുറ്റുപാടുകളിൽ എന്തൊക്കെ സംഭവിച്ചാലും കൂടെയുള്ളവർ മാറിപ്പോയെന്നാലും കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നവർക്ക് യാതൊരു കുലുക്കവും സംഭവിക്കുന്നില്ല. അവരുടെ വിശ്വാസത്തിനോ സ്നേഹത്തിനോ പ്രത്യാശയ്ക്കോ യാതൊരു ഭംഗവും ഉണ്ടാകുന്നില്ല. 2, അവർ എന്നേക്കും നിൽക്കുന്നു. കാലങ്ങൾ മാറട്ടെ, പ്രായം കൂടട്ടെ, മരണം കടന്നു വരട്ടെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഇവിടെ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും നിലനിൽക്കുന്നു. ഇതൊരു സ്ഥിരമായ പ്രതിഭാസത്തെ കാണിക്കുന്നു. ദ എവർലാസ്റ്റിംഗ് നേച്ചർ ഓഫ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവവുമായുള്ള അവരുടെ ബന്ധത്തിൻ്റെ ഒരു ശാശ്വത സ്വഭാവമത്രേ ഇത്. കർത്താവിൽ ആശ്രയിക്കുന്നവരെ ഇവിടെ സിയോൻ പർവ്വതത്തിനോട് ഉപമിച്ചിരിക്കുകയാണ്. പാറ പോലുള്ള ഒരു സ്ഥിരതയെ അത് കാണിക്കുന്നു. We are no longer moved because we trust in the only God who cannot be moved. ചലിപ്പിക്കുവാൻ കഴിയാത്ത ഏക ദൈവത്തിൽ നാം ആശ്രയിക്കുന്നതിനാൽ നാമും ഇനിമേൽ ചലിക്കുകയില്ല. മറ്റ് യാതൊരു ബാഹ്യശക്തിക്കും നമ്മെ ചലിപ്പിക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് പൂർണ്ണാശ്രയം കണ്ടെത്താം. Have a blessed day.